പലരും വിചാരിക്കും ഒരു ഡീഡ് എഴുതിയിട്ട് ഒരു പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ബെനിഫിറ്റുകളൊക്കെ എടുക്കാനായിട്ട് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ളൊരു പാർട്ണർഷിപ്പ് ഫേമിന് അത് പറ്റില്ല. പലരും പാർട്ണർഷിപ്പ് ഫേമുമായിട്ട് അതിൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ അവരോട് ചോദിക്കും നിങ്ങളുടെ ഫേം രജിസ്റ്റേർഡ് ആണെന്ന്. അപ്പോൾ അവർക്ക് ഈ രജിസ്ട്രേഷൻ എന്താണെന്നോ അതെങ്ങനെയാണെന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. പലരും വിചാരിക്കും ഒരു ഡീഡ് എഴുതിയിട്ട് ഒരു പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഇ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനും കൂടെയുള്ള ഒരു ഓപ്ഷൻ എന്തുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തിനാണ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവും. പക്ഷേ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേം ആണല്ലോ, ഇപ്പോൾ നാളെ പാർട്ണറായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരികയാണ്, അപ്പോൾ ആ പാർട്ണർക്ക് ഫേമിനെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഫേമിന് പാർട്ണർക്കെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി അവർക്കെതിരെ ഫേമിന് മൂവ് ചെയ്യാനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്, ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. ഇനി അതല്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് സ്റ്റാർട്ടപ്പ് മേഖലയിലാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ബെനിഫിറ്റുകളൊക്കെ എടുക്കാനായിട്ട് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ളൊരു പാർട്ണർഷിപ്പ് ഫേമിന് അത് പറ്റില്ല. പകരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേം തന്നെ വേണം. അപ്പോൾ എന്തുകൊണ്ടും രജിസ്ട്രേഷൻ നല്ലൊരു കാര്യമാണ്. അത് ഫേമിന് കൂടുതൽ ബെനഫിഷ്യൽ ആവുകയുള്ളൂ.